ഗൈസ്, ഇന്ന് ഒരു സ്പെഷ്യൽ വ്ലോഗാണ്. നമ്മുടെ എൻ്റെ അമ്മമ്മയുടെ വീടിൻ്റെ അവിടെ നമ്മൾ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പൂജ ഉണ്ട്. അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടിയും കൊണ്ട് ഒരു മാവ് ഉണ്ടാക്കുന്ന പരിപാടിയാണുള്ളത്. അരിപ്പൊടി, പിന്നെ ചുക്ക്, കുരുമുളക് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ക്ഷീണം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാംഗോ ജ്യൂസും പിന്നെ ഒരു സ്വീറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് കേട്ടോ, കോഫിയുടെ ടേസ്റ്റ്. അപ്പോൾ ഈ മാവ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വേണം, മാവ് ആയതിന് ശേഷം. അപ്പം ഞാൻ വേഗം അത് കഴുകി തുടച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 3 വിളക്കെടുക്കാനുണ്ടായിരുന്നു. ഇത് ആണെങ്കിൽ തെങ്ങിൻ്റെ പട്ട, ആ സാധനം നമ്മൾ ചീന്തി എടുക്കുന്നതാണ്. ഇതിലാണ് നമ്മൾ തുണി ചുറ്റിയിട്ട് നമ്മൾ വിളക്ക് പോലെ കത്തിക്കും. പിന്നെ പൂക്കളും ഈർക്കലൊക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൽ ഈ തിരി നമ്മൾ എണ്ണയിലാക്കിയിട്ട് ഇത് നമ്മൾ കത്തിക്കും. അതാണ് വിളക്ക് പോലെ. അപ്പം അമ്മ ഇത് കെട്ടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. ഇത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിൽ കെട്ടും. അതേപോലെ തേങ്ങയിൽ നമുക്കത് കുത്തി വെച്ചിട്ട് എടുക്കാം. പിന്നെ ഈർക്കല നമുക്ക് പൂവ് കുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പണ്ട് തൊട്ടേ ആചാരമാണ്. ഇതിൽ മെയിനായിട്ട് അരളിപ്പൂവും പിന്നെ ചെമ്പരത്തിയും ഒക്കെയാണ് നമ്മൾ കുത്തുക. പിന്നെ വെറ്റിലയും കുത്തും. അപ്പോൾ അതിങ്ങനെ കുത്തിയിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. നമ്മുടെ മാവ് എങ്ങനെ എത്ര ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു അത്രയും. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കൊരു നല്ല ബൊക്കെ വൈബൊക്കെ വരുന്നു. പണ്ടത്തെ മെമ്മറീസ് ഒക്കെ വരുന്നത്. പണ്ട് ഞങ്ങൾ എല്ലാവരും കസിൻസ് എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊക്കെ എല്ലാവരും ഓരോ സ്ഥലത്തായതുകൊണ്ട് അധികാരം ഇല്ലാതെ ഇപ്പോയി. ഇതുപോലെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇത് നാളെ പിഴിഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ഡേ. ഈ പൂക്കളെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ച് കണ്ടപ്പോൾ എനിക്കൊരു ബൊക്കെ വൈബൊക്കെ വന്നു. നല്ല രസമുണ്ട്. ഞാൻ തന്നെ ഡെക്കറേറ്റ് ചെയ്ത്. അപ്പം നമുക്ക് വേഗം മാവ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. ആദ്യം വെല്ലപ്പാവ് ഉണ്ടാക്കാനുള്ളതാണ്. വെല്ലപ്പാവ് നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് മാവ് ഉണ്ടാക്കാൻ. അപ്പോൾ ആ ഗ്യാപ്പിൽ അമ്മ അരിപ്പൊടി, ചുക്ക്, കുരുമുളക് ഇതെല്ലാം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ടതെല്ലാം വെച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് വെല്ലപ്പാവിൽ ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചിട്ട് മാവാക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതാ വെല്ലപ്പാവ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ഒഴിച്ചിട്ട് നല്ല ആ ചൂടോടെ നമ്മൾ അങ്ങനെയാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ജസ്റ്റ് ഒന്ന് കയ്യിലോണ്ട് ഇളക്കിയിട്ട് പിന്നെ മിക്സ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ലാസ്റ്റത്തെ വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു മാവ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് കുഴക്കേണ്ടതുകൊണ്ട് എല്ലാം കൂടി പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കുന്നേ ഉള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. പക്ഷെ ഒരു പൊട്ട് പോലും ഇത് നമ്മൾ അമ്മ തരത്തില്ല. ആ പൂജ കഴിഞ്ഞാലേ തരുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഫുള്ള് കഴിക്കലാണ്. നല്ല രസമാണ്. കസിൻസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നല്ല രസമായിരുന്നു. അപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാതെയാകുമ്പോൾ അതിൻ്റെ ആ ഒരു വൈബ് കുറഞ്ഞു പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കുന്നതല്ലായിരുന്നു രസം. അത് എല്ലാവരും കൂടി ഉണ്ടാക്കി എല്ലാവരും കൂടി ആ വിളക്കെടുത്ത് കഴിക്കുന്നതായിരുന്നു രസം. അങ്ങനെ ഇതൊരു ചെറിയൊരു പീസാണ്. ഇത് നമ്മൾ ആദ്യം പിടി മാറ്റി വെച്ചിട്ട് ഇത് നമ്മൾ അമ്പലത്തിലേക്ക് കൊടുക്കും. അങ്ങനെ ഒരു ശാസ്ത്രമാണ്. എന്നിട്ട് ബാക്കി പൂജ കഴിഞ്ഞിട്ട് നമുക്ക് തരും. അങ്ങനെ എല്ലാ മാവും ഒക്കെ റെഡിയാക്കിയിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടാട്ടോ നമ്മൾ ഇളക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് ഇതിനൊരു വൃത്തിയിലൊരു ഷേപ്പ് ആക്കണം എന്നാണ് അതിൻ്റെ ഒരു ഇത്. വൃത്തിയിൽ വേണം അത് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇടയിലൊരു കുഴിയുണ്ട്. ഇതിൽ നമ്മൾ രാവിലെ നെയ്യ് ഒഴിച്ചിട്ട് തിരി കൊളുത്തും. അങ്ങനെ രാത്രിയൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റിട്ട് എൻ്റെ മുഖം കാണുമ്പോൾ എന്തോ പോലെ, അയ്യോ എൻ്റെ ബാക്കിൽ കൂടെ ഒരു ഗൗളി പോകുന്നു. പല്ലി, നിങ്ങൾ പല്ലി എന്നാണോ പറയുക, എന്താ പറയുക? അയ്യോ എനിക്കതിനെ ഇഷ്ടമല്ല. എന്തായാലും രാവിലെ നേരത്തെ 3 മണിക്ക് എണീറ്റതുകൊണ്ട് എനിക്ക് ബോധമൊക്കെ നല്ല കമ്മിയാണ്. ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ വേഗം മോയ്സ്ചറൈസർ, സൺസ്ക്രീനും വേഗം വാരിയിട്ടിട്ട് നമ്മൾ റെഡി ആവാനാണ്. എനിക്കാണിച്ചാൽ ഉറക്കം വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കുരുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കളർ കറക്റ്ററൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ പാട്ടൊക്കെ പാടി ബോധം ഇല്ലെങ്കിലും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ കൺസീലർ, കാരണം രാത്രി വൃത്തിക്ക് ഉറങ്ങിയിട്ടില്ല. ചുമയായതുകൊണ്ട് രാത്രി ഉറങ്ങാൻ വഴിയില്ല. അതുകൊണ്ട് കൺസീലർ നിർബന്ധമാണ്. പിന്നെ 4 മാസമായി തൊട്ട് ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ അവിടെയും ചെറുതായിട്ട് കൺസീലറാക്കിയിട്ട് സെറ്റായി. ഞാനിത് പറയുന്നത് ഞാൻ പാട്ട് പാടുന്നതാണ് ഗൈസ്. ഞാൻ ഏതോ ഒരു പാട്ട് എനിക്ക് 2 ദിവസമായിട്ട് അത് തന്നെ ആയിരുന്നു എൻ്റെ വായിലുണ്ടായിരുന്നത്. അത് പാടിയിട്ട് നടക്കായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം ലാക്മേയുടെ CC ക്രീം ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് സെറ്റാക്കിയിട്ടൊന്ന് വേഗം ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ മുടി. അപ്പം എൻ്റെ മുടി കൊള്ളാം കേട്ടോ കാണാൻ. അയ്യോ ഇതെന്നോ എന്തോ ഞാൻ പൊട്ടി അടിച്ച പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. പക്ഷെ ഇത് ഇങ്ങനെയൊന്നുമല്ല കഴിച്ച്, ഇത്ര വൃത്തിയോടൊന്നുമല്ല. ഞാൻ നല്ല മെനക്ക് തന്നെ ഇടുന്നത്. നമ്മൾ നോ മേക്കപ്പ് ലുക്ക് പോലെ കുറച്ച് ഗ്ലോയി ടച്ച് ആയിട്ട് നടക്കണം. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ 3 മണിക്ക് എണീറ്റ് റെഡിയാവുന്നതിൻ്റെ ഒരു ബോധമില്ലായ്മയും എൻ്റെ വീഡിയോയിൽ നല്ല രീതിക്ക് കാണാം. ആ ഒരു ഉറങ്ങി എണീറ്റ് ഒരു വൈബ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹെയറൊക്കെ ഡ്രൈ ചെയ്തത്. കാരണം ആ ഒരു തണുപ്പും പിന്നെ ഒരു ചൂടും ഒക്കെ വരുമ്പോൾ കുറച്ച് ബോധം വരും എന്നുള്ളതിലാണ്. എന്തായാലും പാട്ടിനും ഡാൻസിനൊന്നും ഒരു കുറവുമില്ല. വേഗം നമ്മൾ ഐബ്രോ എല്ലാം സെറ്റാക്കി
അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ. അങ്ങനെ ലിപ് ലൈനർ യൂസ് ചെയ്ത് നമ്മുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഒരു ലിപ്സ്റ്റിക്കിൽ ഞാൻ ഒരിക്കലും സംതൃപ്തി അടയില്ല. അതുകൊണ്ട് 2, 3, 4 ലിപ്സ്റ്റിക്കൊക്കെ എനിക്ക് ഇടണം. അപ്പോൾ ആദ്യം എലയുടെ ഒരു പിങ്ക് ഷെയ്ഡ് ഇട്ട് ഹോട്ട് പിങ്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാഴ്സിൻ്റെ മോസിൻ്റെ ഏതാ ലിപ് ഷെയ്ഡ് ഞാൻ മറന്നുപോയി, ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, അതുണ്ട്. എന്നിട്ട് ഒന്ന് വാലിട്ട് കണ്ണെഴുതി റെഡിയാവുകയാണ്, ഒരു പൊട്ടും തൊട്ടിട്ട്. കാരണം പൊട്ട് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വേഗം റെഡി ആയിട്ട്, കാരണം ഇപ്പം തന്നെ ഓൾറെഡി എനിക്ക് താഴത്തുനിന്ന് വിളി വന്നു. ഇത് ഞാൻ അമ്മയുടെ നടിച്ച് മാറ്റിയ കമ്മലാണ്. എന്തായാലും എൻ്റെ ഡ്രസ്സിനോട് മാച്ച് ആയിട്ട് വന്നു. എങ്ങനെയുണ്ട് ഗൈസ്, ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വൃത്തിക്ക് ഡ്രസ്സ് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ എങ്ങനെയാണ് ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. എന്താ ഇതിൽ അത്യാവശ്യം ഞാൻ കാണുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഡ്രസ്സ്. ഇതും എനിക്ക് അമ്മ സ്റ്റിച്ച് ചെയ്ത് തന്ന ഡ്രസ്സാണ്. ആൻഡ് ഐ ലവ് ദിസ് സോ മച്ച്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3:30 ആകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഓടിപ്പടഞ്ഞ് വന്നത്. വിളക്കെടുക്കുന്നതിനേക്കാൾ ഞാൻ ചോദിച്ചു ഉമ്മ വാങ്ങുന്നുണ്ട്, ബിക്കോസ് ഐ ഡിസേർവ് ദാറ്റ്. അപ്പോൾ ഇത് പിന്നെ ഞാൻ കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല. എനിക്ക് പിന്നെ വിളക്കെടുക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ വേഗം ഇതുപോലെ പൂവൊക്കെ കുത്തി വെക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി, പിന്നെ എല്ലാവരും ഇനി വേറൊരു സെറ്റ് ആൾക്കാർ അവിടെ നിന്ന് ഒരു അമ്പലത്തിൽ നിന്ന് വിളക്കെടുത്ത് വരും. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഇപ്പം നമ്മളൊരു അമ്പലത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അവിടെ നിന്ന് നിങ്ങൾ നടന്നു പോകാനുള്ളത്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. അവർ വന്നിട്ട് എല്ലാവരും കൂടിയായിട്ട് പോവുകയാണ്. അത് നാട്ടിലത്തെ ആൾക്കാരാണിത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ശാസ്ത്രം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നെ കാണാൻ കൊള്ളാം. അങ്ങനെ അവർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വേഗം പോയി. ഇതാ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സീൻ. ഒരുപാട് ആൾക്കാർ വിളക്കെടുത്തിട്ട് വരും. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പിൽ ഞാനും ചേച്ചി ആദ്യം നടന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവരെ മിസ്സായിട്ട് വീണ്ടും ഞങ്ങൾ പുറകിലേക്ക് തന്നെ നിന്ന് ഇവരെയൊക്കെ കൂട്ടിപ്പോയി. ഇത് നല്ല രസമാണ് കാണാൻ. ഇതിനെ തിരിയക്കോൽ എന്നാണ് പറയുക, ഈ നമ്മൾ കത്തിച്ച് വെക്കുന്നത്. ഇതിങ്ങനെ ഈ ചെക്കന് നമ്മുടെ കൂടെ അമ്പലം വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ നായക്കുട്ടൻ. ഈ തിരിയക്കോല് നമ്മൾ അവിടം വരെ കത്തിച്ച് വയ്ക്കും. മാറ്റി കത്തിക്കും. ഞങ്ങളൊക്കെ ഒരു 10-15 എണ്ണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഈ തേങ്ങയിലും തിരി കുത്തും. അങ്ങനെ നല്ല രസമാണ് കാണാൻ. പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് പോകുന്നതെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരത്തിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല രാവിലെ ഉറക്കത്തിന് എണീറ്റിട്ട്. അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ നമ്മൾ പ്രദക്ഷിണം വെച്ചിട്ട് ഈ വിളക്ക് അവിടെ വെക്കും. എന്നിട്ട് അത് പൂജയ്ക്ക് വെച്ചിട്ട് ആ പൂജയ്ക്ക് ശേഷം നമുക്ക് ആ മാവ് എടുക്കുക. അതിന് ശേഷം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴേക്കും വിശന്നൊരു പഴിക്കാവും. ആ മാവ് കഴിക്കാൻ പറ്റും. ഇത് ഒരു തീയാണ് അവിടെ. ആ തീ കൂടെ ആൾക്കാർ നടക്കുന്ന ഒരു സംഭവമാണ്. ആ തീ നടന്നിട്ട് ലാസ്റ്റ് തിരിച്ച് കയറുമ്പോൾ ഒരു ചാട്ടവാറുകൊണ്ട് ഒരു അടി. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എല്ലാ വർഷവും ഒരു 4-5 ആൾ ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തൊഴുകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര കൊട്ടും പടക്കം പൊട്ടലും ഒക്കെയായിരുന്നു. ആ സമയത്ത് ഈ ചെങ്ങായി ഉറങ്ങി. ഇതാരാ തോണ്ടുന്നത് എൻ്റെ കൊച്ചിനെ? ഈ ചെക്കൻ അങ്ങനെ കിടന്നുറങ്ങി ഒരു 1 hour ഈ ഒരൊറ്റ കിടത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എണീറ്റത്. എൻ്റെ തോളിലൊരൊറ്റ കിട. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു, കാച്ചാങ്കുറിശി. ഭയങ്കര പുരാതനമായിട്ടുള്ളൊരു അമ്പലം. അങ്ങനെ ഉറക്കത്തിന് എണീറ്റിട്ട് എൻ്റെ കുട്ടി ഓണായിരിക്കുകയാണ്, ആക്റ്റീവായി. ഇനി ഫുൾ മതിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങി കഴിഞ്ഞ് ക്ഷീണിച്ച് വേഗം ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് ഒരു അമ്മയുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം വീട്ടിൽ പോയി. 1 മണി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.